ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു ചോദ്യം ചോദിക്കാം. നമ്മളിപ്പോ ഈ കണ്ടുവരുന്ന ഈ പറക്കും തെളികളില്ലേ, അത് ഒരു അന്യഗ്രഹ ജീവിയുടേതാണോ, അതോ ഇത് നമ്മുടെ തന്നെ ഒരു ടെക്നോളജി ആണോ, അതോ നമ്മുടെ ഭൂമിയിൽ തന്നെ നമ്മൾ അറിയാണ്ട് വേറൊരു സ്പീഷീസ് ജീവിച്ചു വരികയും അവരുടെ ഒരു സംഭവമാണോ, അതോ ചില സയന്റിസ്റ്റുമാരൊക്കെ പറയുന്നത് പോലെ ഇത് വേറെ ഡയമെൻഷനിൽ നിന്ന് വരുന്ന എന്തെങ്കിലും ഒരു സംഭവമാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് മാക്സിമം ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് പോവാം. അതോടൊപ്പം എനിക്കൊരു റിക്വസ്റ്റും കൂടി ഉണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും ഒരു കമന്റും കൂടി ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. അപ്പോ നമുക്ക് ആദ്യത്തെ ഫുട്ടേജിലേക്ക് പോവാം. 2021 ഏപ്രിൽ 12 വെച്ചെടുത്ത ഒരു പറക്കുംതളിയുടെ വീഡിയോ ആണ് നിങ്ങളിപ്പോ ഈ കാണുന്നത്. അതും ഈ വീഡിയോ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നാൾ കണ്ട വീഡിയോ പോലെയല്ല, ഇത് ശരിക്കും ഒരു കളർ വീഡിയോ ആണ്. അതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്, ഒരുപാടധികം കളർ വീഡിയോകൾ ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളത്. ഈ വീഡിയോക്ക് 4 മിനിറ്റും 45 സെക്കൻഡും ദൈർഘ്യമുണ്ടെങ്കിലും അതിന്റെ 3 മിനിറ്റ് കഴിയുമ്പോഴാണ് നമുക്ക് ശരിക്കും പറക്കുംതളിയെ കാണാൻ കഴിയുന്നത്. ഈ വീഡിയോ നോക്കിയാണെങ്കിൽ ഇത് ഒരു എയർക്രാഫ്റ്റിൽ നിന്നെടുത്ത ഒരു വീഡിയോ ആണെന്നുള്ളതും അത് ഒരു മലയോര പ്രദേശത്തെയാണ് കാണിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോ ഈ വീഡിയോ നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയാണെങ്കിൽ ഇവിടെ ഒരു പറക്കുംതളിയെ പറന്നു വരുന്നതായിട്ട് നമുക്ക് എല്ലാവർക്കും വളരെയധികം ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും. ഇത്തരം വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എന്റെ മനസ്സിലേക്ക് വരുന്ന ഒരേ ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് ഈ സംഭവത്തിനൊക്കെ പറക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ്. കാരണം ഈ വീഡിയോ നിങ്ങളൊന്ന് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഒരു പ്രൊപ്പൽഷൻ കാണാൻ കഴിയില്ല. ഇതിപ്പോ എയറോഡൈനാമിക്കിലെയാണ് പറക്കുന്നതെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ചിറകുകളോ എയറോഫോയിലോ അങ്ങനത്തെ ഒരു പരിപാടി നമുക്കിവിടെ കാണാനും കഴിയുന്നില്ല. ഇത് എങ്ങനെയാണ് പറക്കുന്നതെന്നാണ് എനിക്ക് ശരിക്കും പറയാൻ മനസ്സിലാവാത്തത്. അതും ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ പറക്കുംതളിയുടെ ഷാഡോ അവിടെ കാസ്റ്റ് ആവുന്നത് നിങ്ങൾക്ക് വളരെയധികം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. എന്നാൽ ഈ ഷാഡോ നോക്കിക്കൊണ്ട് മാത്രം ഈ പറക്കുംതളിയെ ഏതൊക്കെ രീതിയിലൂടെയാണ് പറക്കുന്നത് എന്ന് വളരെയധികം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതായത് നിങ്ങൾ ഈ ഷാഡോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഈ ഷാഡോ വന്ന് പതിയുന്നത് റിലേറ്റീവ്ലി ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലത്താണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ ഷാഡോവും ഈ പറക്കുംതളിയും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് ഇല്ലേ, ആ ഒരു ഗ്യാപ്പ് ഇല്ലേ, അത് കൂടുന്നതും കുറയുന്നതും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഈ പറക്കുംതളിയെ പറക്കുന്ന രീതി നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഈ ഒരു ഫ്രെയിം നിങ്ങൾ നോക്കുകയാണെങ്കിൽ പറക്കുംതളിയും ഷാഡോയും തമ്മിൽ അത്യാവശ്യം ദൂരം ഉണ്ടെന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ പറക്കുംതളിയെ അത്യാവശ്യം ഹൈറ്റിലാണ് ഈ ഒരു ഫ്രെയിമിൽ പറക്കുന്നത്. എന്നാൽ കുറച്ചു നേരം കഴിയുമ്പോൾ ഈ പറക്കുംതളിയും അതിന്റെ ഒരു ഷാഡോയുമായിട്ട് അധികം വ്യത്യാസമൊന്നുമില്ല. പിന്നീട് വളരെ ചുരുക്ക സമയം കൊണ്ട് ഇത്ര അധികം ഹൈറ്റിൽ നിന്ന് ഈ പറക്കുംതളിയെ ഗ്രൗണ്ടിനെ തൊട്ടടുത്ത് വരെ എത്തിയിട്ട് അത് പിന്നെ മുകളിലേക്ക് പറന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോ തൊട്ടടുത്ത് എത്തിയെന്ന് എനിക്ക് മനസ്സിലായത് ഈ ഒരു പറക്കുംതളിയും അതിന്റെ ആ ഒരു ഷാഡോയും തമ്മിലുള്ള ദൂരം നോക്കിയിട്ട് മാത്രമാണ്. അതിനുശേഷം ഈ പറക്കുംതളി എങ്ങോട്ടാണ് പോയത് എന്നുള്ളൊരു കാര്യം എനിക്ക് വ്യക്തമാവുന്നില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് മാക്സിമം ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്, വിശ്വസിക്കാൻ പറ്റാത്ത ഒരേ ഒരു കാര്യമുള്ളൂ, എങ്ങനെയാണ് ചിറകില്ലാത്ത ഒരു സംഭവത്തിന് പറക്കാൻ കഴിയുന്നത്? ഇതിപ്പോ ഒരു ഹെലികോപ്റ്റർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ പ്രൊപ്പലറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താടിലേക്ക് ത്രസ്റ്റ് കൊടുത്താലാണ് ഇത് പറക്കാൻ പറ്റുള്ളൂ. ഇനി അതുമല്ല, ഇത് എന്തെങ്കിലും ത്രസ്റ്റ് വെക്ടറിങ് ഉപയോഗിച്ച് പറക്കുന്ന ഒരു റോക്കറ്റ് ടെക്നോളജി ആണെന്നുണ്ടെങ്കിൽ എന്തായാലും പുകയും കാര്യങ്ങളൊക്കെ കാണാം. പക്ഷെ അതൊന്നും ഇവിടെ കാണുന്നില്ല. ഇതിപ്പോ ഒരു എയർക്രാഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ചിറക് എന്തായാലും വിസിബിളി നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു ഹൈറ്റിൽ നമുക്ക് എന്തായാലും ചിറക് നമുക്ക് കാണാൻ പറ്റും. അതും നമുക്കിവിടെ കാണാനും കഴിയില്ല. ഇനി അഥവാ ഇതൊരു ഡ്രോൺ ആണോ എന്നുള്ളൊരു സംശയം ചിലവർക്കൊക്കെ ഉണ്ടായിരിക്കാം. ഇത് ഒരു ഡ്രോൺ ആണെന്നുണ്ടെങ്കിൽ ഇൻഫ്രാറെഡ് ക്യാമറയിൽ അതിന്റെ ഹീറ്റ് സിഗ്നേച്ചർ എന്തായാലും പിടിക്കും. അപ്പോ ആ ഒരു വിഷ്വലും കൂടി ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാം. ഈ വിഷ്വല് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഹീറ്റ് സിഗ്നേച്ചർ എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ഡ്രോൺ അല്ല. ഇതെന്താണെന്നുള്ളൊരു കാര്യം നമ്മൾക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ടാണ് ഈ ഒരു വെബ്സൈറ്റിലേക്ക് വന്നിരിക്കുന്നത്. പിന്നെ നിങ്ങളിപ്പോ ഈ കണ്ടതുപോലെ ഈ പറക്കുംതളിയെ എങ്ങോട്ടും മാറി മറയുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു സംഭവത്തെ ഈ കളർ ഫിൽറ്റർ ഉപയോഗിച്ച് കാണാൻ കഴിയില്ല, അതായത് കളർ ക്യാമറ ഉപയോഗിച്ച് കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ക്യാമറയുടെ ഫിൽറ്റർ മാറ്റിയിട്ട് ഇൻഫ്രാറെഡ് ക്യാമറ, അതായത് നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാമറയിലേക്ക് ഇങ്ങനെ മാറ്റിയിട്ടുണ്ട്. ഇത് ചെയ്യാൻ കാരണം കളർ ക്യാമറയിലൂടെ കാണാൻ കഴിയാത്ത സംഭവങ്ങളെ ഇൻഫ്രാറെഡ് ക്യാമറയിലൂടെ കാണാൻ കഴിയും. പക്ഷേ ഇവർക്ക് ആ ഒരു സംഭവത്തെ ആ 2 ഫിൽറ്റർ ഉപയോഗിച്ച് നോക്കിയിട്ട് കാണാനും കഴിയുന്നില്ല. അപ്പോ ഇത് മാഞ്ഞു പോയതാണോ അതോ ഇത് ഈ മലകളുടെ ഇടയിലേക്ക് പോയതാണോ ഒന്നും എനിക്കറിയില്ല. നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് എന്താണ് തോന്നുന്നത് അത് മാക്സിമം ഒന്ന് കമന്റ് അറിയിക്കാൻ ശ്രമിക്കുക. എന്നാൽ നിങ്ങളിപ്പോ ഈ കാണുന്നത് ജൂൺ 1, 2024 വെച്ചെടുത്ത ഒരു വീഡിയോ ആണ്.
അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബൂഗാസ്ഫിയർ പോലത്തെ ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് ഇപ്പോഴും ഞാൻ പറയുന്നത് പോലെ എനിക്കത് റിയൽ ആയിട്ട് തോന്നുന്നില്ല. പക്ഷേ ഈ വീഡിയോ ഒക്കെ കാണുമ്പോഴാണ് അത് റിയൽ ആണ് എന്നുള്ളൊരു സംശയം എനിക്ക് എപ്പോഴും വരുന്നത്. നിങ്ങൾ തന്നെ ഒരു വീഡിയോ നോക്കിയിട്ട് ആ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ എന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു സംഭവത്തിന്റെ ചുറ്റുപാടും ഒരു 6 വശത്തേക്ക് എന്തോ ജെറ്റ് പോലത്തെ ഒരു സംഭവം എന്തൊക്കെയോ ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് വളരെയധികം വ്യക്തമായിട്ട് കാണാനും കഴിയും. അത് ഇനിയിപ്പോ ഇത് ജെറ്റ് ആണോ അതോ ഈ ഒരു സംഭവം ക്യാമറയിലേക്ക് റിഫ്ലക്ട് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണോ ഒന്നും എനിക്ക് കറക്റ്റ് വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. പിന്നെ ഈ വീഡിയോയുടെ ചില ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് ഒരു ഒബ്ജക്റ്റ് ആയിട്ടല്ല എനിക്ക് തോന്നുന്നത്, ഇത് 2 ഒബ്ജക്റ്റുകളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു ഒബ്ജക്റ്റിന്റെ പുറയിൽ കൂടെ വേറെ എന്തോ ഒരു സംഭവം കൂടി പോകുന്നതായിട്ട് എനിക്ക് ഇവിടെ കാണാനും കഴിയുന്നുണ്ട്. അപ്പോ ഇതൊക്കെ എന്താണെന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ വേറൊരു കാര്യം ഞാൻ ഒബ്സർവ് ചെയ്തത് ഈ ഒരു സംഭവത്തിന്റെ ഷാഡോ ആണ്. അതായത് ഇതിന്റെ ഷാഡോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനും കഴിയുന്നുണ്ട്. പിന്നെ പറയാണ്ടിരിക്കാൻ വയ്യ, ഈ ഒരു ഷേപ്പിലുള്ള ഒരു ഒബ്ജക്റ്റിന് എങ്ങനെയാണ് ഇങ്ങനെ പറക്കാൻ കഴിയുന്നത്, ഇത്ര സ്റ്റേബിൾ ആയിട്ട് പറക്കാൻ കഴിയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഈ വീഡിയോയുടെ അവസാനത്തെ 30 സെക്കൻഡ് എത്തിയപ്പോഴാണ് എനിക്ക് വേറെ കുറെ ഡൗട്ടുകളൊക്കെ തോന്നിയിരിക്കുന്നത്. അതായത് നിങ്ങൾ ഈ ഒരു വീഡിയോ നോക്കുക, ഇതിൽ ഈ പറക്കുന്നളിയെ ആടിക്കളിക്കുന്നത് പോലെയാണുള്ളത്. അതായത് ഒരു കയറിൽ കെട്ടി തൂക്കിയിട്ട് അതിങ്ങനെ പെൻഡുലം പോലെ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ടിങ്ങനെ കിടന്നിങ്ങനെ ആടൂലേ, അതേപോലെയാണ് എനിക്ക് ഈ ഒരു സംഭവം കണ്ടിട്ട് തോന്നുന്നത്. ഇനിയിപ്പോ ചിലരൊക്കെ പറയുന്നത് പോലെ നമ്മളെ കളിപ്പിക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന പരിപാടിയാണോ എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ബാക്കിയുള്ള വിഷ്വൽസ് ഒക്കെ കാണുമ്പോൾ അത് അങ്ങനെയല്ല എന്നുള്ളൊരു കാര്യം വളരെയധികം വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് മാക്സിമം ഒന്ന് കമന്റ് അറിയിക്കാൻ ശ്രമിക്കുക. അടുത്ത വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് വളരെയധികം രസകരമായിട്ടുള്ള ഒരു കാര്യം പറയണമെന്നുണ്ട്. അതായത് മനോരമ ഓൺലൈൻ എന്ന് പറയുന്ന ഒരു പേജിന്റെ അകത്ത് ഈ പറക്കുന്നളികളുടെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായി. സംഭവം വേറൊന്നല്ല, ഇപ്പൊ ഗവൺമെന്റ് റിലീസ് ചെയ്തിരിക്കുന്ന വീഡിയോസ് അങ്ങനെ തന്നെ അവരുടെ ഫേസ്ബുക്ക് പേജിൽ വന്നിട്ടിട്ടുണ്ട്. അതൊക്കെ ഓക്കെയാണ്. പക്ഷേ ഈ ഒരു സംഭവത്തിന്റെ കമന്റ് സെക്ഷൻ കണ്ടപ്പോഴാണ് ഒരുപാട് ആൾക്കാർ ഈ കാലത്ത് പറക്കുന്നളിയ ഫേക്ക് ആണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ള ഒരു കാര്യം എനിക്ക് മനസ്സിലാവുന്നത്. ഇതിന്റെ അകത്ത് ഏകദേശം ഒരു 10-200ഓളം കമന്റ്സ് ഉണ്ടായിരുന്നു. അതിന്റെ അകത്ത് ഒരു 3-4 കമന്റ് ഒഴികെ ബാക്കിയെല്ലാം ഇത് AI ആണ്, അതാണ് ഇതാണ് മറിച്ചാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമന്റ്സ് ആണ് അതിനകത്തുള്ളത്. ഈ കമന്റ്സ് ഒക്കെ ഞാൻ വായിച്ചു നോക്കിയപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്ന ഒരു ആശയം ഞാൻ പറഞ്ഞുതരാം. അറ്റ് ദ ടൈം ബീയിങ് ഈ പറയുന്ന പറക്കുന്നളിയിൽ ഈ പറയുന്ന സംഭവങ്ങളൊന്നും നമ്മളെ എഫക്ട് ചെയ്യുന്നില്ല, നമ്മുടെ ലൈഫിനെ, നമ്മുടെ ജീവിതത്തെ എഫക്ട് ചെയ്യുന്നില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ ഇതിനെപ്പറ്റിയൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടുകാർക്ക് മുഴുവനും പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത് നമ്മൾക്കറിയാൻ പാടില്ലാത്ത ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഒരു സംഗതി നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അതും ഈ ശാസ്ത്രത്തിന് നമ്മുടെ സാങ്കേതിക വിദ്യയേക്കാൾ വളരെയധികം ഉയർന്ന നിലയിൽ നിൽക്കുന്ന ഒരു സംഭവം കൂടിയാണ്. അതുകൊണ്ട് ഇതിനേക്കാളും വലിയൊരു ചർച്ചാ വിഷയം നമ്മുടെ ലോകത്ത് ഇല്ല എന്നാണ് ശരിക്കും ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നടന്നു വരുന്ന കാര്യങ്ങളോടൊപ്പം തന്നെ ഈ ഒരു കാര്യവും നിങ്ങൾ ചെറുതായിട്ട് അറിഞ്ഞിരിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളിപ്പോ ഈ കാണുന്നത് 2020 ഫെബ്രുവരി 13 എടുത്ത ഒരു പറക്കുന്നളിയുടെ വീഡിയോ ആണ്. അത് നിങ്ങളിപ്പോ ഈ കാണുന്നത് പോലെ ഇതൊരു കളർ വീഡിയോയും കൂടിയാണ്. ഈ വീഡിയോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു കണ്ടെയ്നർ ഷിപ്പ് ആയിരിക്കും കാണാൻ കഴിയുക. ഇതിന്റെ ഒരു ആദ്യത്തെ 1-1.5 മിനിറ്റോളം നമുക്ക് ഒന്നും തന്നെ കാണാൻ കഴിയില്ല. പക്ഷെ അതിനുശേഷമാണ് പറക്കുന്നളിയെ അപ്പിയർ ചെയ്ത് വരുന്നത്. സംഭവം വേറൊന്നല്ല, ഈ എയർക്രാഫ്റ്റിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ക്യാമറ ഇല്ലേ, അത് ചെറുതായിട്ട് ഇങ്ങനെ പാൻ ചെയ്ത് പോകുമ്പോഴാണ് പെട്ടെന്ന് ഒരു പറക്കുന്നളിയ ആ ക്യാമറയുടെ ഫ്രെയിമിൽ വന്ന് പെടുന്നത്. ഈ ഒരു ഒബ്ജക്റ്റിനെ ഡിറ്റക്ട് ചെയ്യാൻ കാരണം തന്നെ ഇവിടെ കളർ ഫിൽട്ടർ ചെയ്യുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അത് ഇൻഫ്രാറെഡ് ഫിൽട്ടറിലേക്ക് മാറ്റിയത് കൊണ്ടാണ്. അതിന്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായെന്നിരിക്കുന്നു. ഇൻഫ്രാറെഡ് ക്യാമറാസ് വർക്ക് ചെയ്യുന്നത് ടെമ്പറേച്ചർ മെഷർമെന്റ്സിലൂടെയാണ്. എന്നാൽ നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ ഇവിടെ ഈ ക്യാമറയുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യാണ്ട് ഇൻഫ്രാറെഡ് ഫിൽട്ടർ ചെയ്യുന്ന കളർ ഫിൽട്ടറിലേക്ക് ഇവർ മാറുന്നുണ്ട്. ആ സമയത്ത് പറക്കുന്നളിയെ കണ്ടെത്താൻ വളരെയധികം ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു കാര്യം ഇത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നീട് ഈ കളർ ഫിൽട്ടറിൽ തന്നെ അവർ അത്യാവശ്യം സൂം ചെയ്തപ്പോഴാണ് ഈ പറക്കുന്നളിയെ അവർക്ക് കാണാൻ കഴിയുന്നത്. അതായത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് ആ ഒരു പറക്കുന്നളിയ. അങ്ങനെ ഈ വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും ഇൻഫ്രാറെഡ് ക്യാമറ ഫിൽട്ടറിലൂടെയാണ് ഈ ഒരു വീഡിയോ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിലൂടെ നമുക്ക് വളരെയധികം വ്യക്തമായിട്ട് ഈ പറക്കുന്നളിയെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഇൻഫ്രാറെഡ് ഫിൽട്ടറിലൂടെ ഈ ഒരു ഒബ്ജക്റ്റിനെ ട്രാക്ക് ചെയ്തതിന് ശേഷം നേരെ കളർ ഫിൽട്ടറിലേക്ക് മാറുന്നുണ്ട്. അപ്പോഴാണ് ഈ ഒരു ഒബ്ജക്റ്റിന് ശരിക്കുമുള്ള നിറം നമുക്ക് കാണാൻ കഴിയുന്നത്.
നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ വളരെയധികം ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു പറക്കുംതളിയാണ് ഇത്. ഇനി ഞാൻ ഈ ഒരു വീഡിയോ സൂം ചെയ്ത് കാണിക്കാം. നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്നത് ഈ പറക്കുംതളിയുടെ റിഫ്ലക്ഷൻ വെള്ളത്തിൽ വന്ന് പതിയുന്നതാണ്. അപ്പോ ഇത് നോക്കുകയാണെങ്കിൽ ഈ റിഫ്ലക്ഷനും ഈ പറക്കുംതളിയും തമ്മിൽ അധികം അകലുമില്ല. അതിന്റെ അർത്ഥം വേറൊന്നല്ല, ഈ പറക്കുംതളിയ വെള്ളത്തിന്റെ ആ ഒരു സർഫസിന്റെ അടുത്തൂടെയാണ് ഇങ്ങനെ പറന്നു പോകുന്നത്. ഇത്ര സ്മൂത്ത് ആയിട്ട് വെള്ളത്തിന്റെ സർഫസിന്റെ മുകളിൽ കൂടെ എങ്ങനെയാണ് ഒരു പറക്കുംതളിയാക്കി പറക്കാൻ കഴിയുന്നത് എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ക്യാമറ ഈ ഒരു ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ചില സമയത്ത് ഔട്ട് ഓഫ് ഫോക്കസ് ആയി പോകുന്നുണ്ട്. ഈ ഔട്ട് ഓഫ് ഫോക്കസ് ആയിട്ട് പോകുന്ന സമയത്ത് ഈ ഒരു പറക്കുംതളിയുടെ ഷേപ്പ് വേറെ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ എന്റെ മനസ്സിലേക്ക് ഒരൊറ്റ ചോദ്യം മാത്രമാണ് വരുന്നത്, എങ്ങനെയാണ് ഈ സംഭവത്തിന് യാതൊരു ശബ്ദവും കൂടാണ്ട് യാതൊരു പ്രൊപ്പൽഷനും ഇല്ലാണ്ട് പറക്കാൻ കഴിയുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. നിങ്ങളിപ്പോ ഈ കാണുന്നത് 2022 ഒക്ടോബർ 15 എടുത്ത ഒരു വീഡിയോ ആണ്. ഏകദേശം 22 സെക്കൻഡ് ആണ് ഈ ഒരു വീഡിയോയുടെ ദൈർഘ്യം. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇവിടെ പെന്റഗണിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഒരു പോസിബിൾ സിഗാർ ഷേപ്പ് UFO എന്നാണ്. അതായത് ഒരു സിഗരറ്റിന്റെ ഷേപ്പ് UFO എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഈ വീഡിയോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്തോ ഒരു സാധനം, എന്തോ ഒരു ഷാഡോ പോലത്തെ ഒരു സംഭവം വളരെയധികം ഹൈ സ്പീഡിൽ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നത് നമുക്ക് ഇവിടെ കാണാനും കഴിയും. ഈ വീഡിയോ ഞാൻ ആദ്യം കണ്ടപ്പോൾ ഇത് ചിലപ്പോൾ ഒരു കിളി ആയിരിക്കുന്നതാണ് വിചാരിച്ചത്, അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ ഒരു മിസൈൽ ആയിരിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഒരു ചോദ്യം എന്താ വെച്ചാൽ, ഇത് ഒരു കിളിയോ അല്ലെങ്കിൽ ഇതൊരു മിസൈലോ ആണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു ഫിനോമിനൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പെന്റഗന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ, അതും അമേരിക്കൻ ഗവൺമെന്റിന്റെ അണ്ടറിൽ വന്നിരിക്കുന്ന ഈ ഒരു വെബ്സൈറ്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ചോദ്യമാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത്. അതും ഇതിൽ കൊടുത്തിരിക്കുന്ന വീഡിയോസ് എല്ലാം നമ്മുടെ ലോകത്തിൽ തന്നെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാർ അനലൈസ് ചെയ്തിട്ടാണ് പുറത്തു വിട്ടിരിക്കുന്നത്. അതായത് അവർ അനലൈസ് ചെയ്തിട്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വീഡിയോസ് ആണ് ഇതിന്റെ അകത്തുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് മാക്സിമം ഒന്ന് കമന്റ് ചെയ്ത് അറിയാൻ ശ്രമിക്കുക. എന്നാൽ 2023 ഫെബ്രുവരി 12 എടുത്ത ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോ കാണുന്നത്. ഇത് വളരെ 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 ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അത് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അതായത് ഈ പറക്കുംതളികളൊക്കെ കാണുമ്പോൾ എപ്പോഴും എന്റെ മനസ്സിലേക്ക് വരുന്ന ഒരു ചോദ്യമാണ്, ഇതിനെയൊക്കെ നമ്മുടെ ടെക്നോളജി ഉപയോഗിച്ച് വെടിവെച്ച് താഴത്തേക്ക് ഇട്ടൂടെ എന്നുള്ളത്. കാരണം അതിനുള്ള സംഗതികളൊക്കെ നമ്മുടെ കൈവശമുണ്ട്. എന്നാൽ അതേ സംഭവം തന്നെയാണ് ഈ ഒരു വീഡിയോയിലും കാണാൻ കഴിയുന്നത്. അതായത് ഒരു പറക്കുംതളിയെ വെടിവെച്ച് താഴ്ത്തിട്ട ഒരു വീഡിയോ ആണ് ശരിക്കും ഇപ്പൊ പുറത്തു വിട്ടിരിക്കുന്നത്. ഏകദേശം 47 സെക്കൻഡ് ആണ് ഈ ഒരു വീഡിയോയുടെ ദൈർഘ്യം. അപ്പോ ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടുനോക്കാം. ഈ വീഡിയോ നോക്കുകയാണെങ്കിൽ എന്തോ ഒരു ഒബ്ജക്റ്റ്, അതിന്റെ താഴ്വശത്ത് ഒരു ടെയില് പോലത്തെ ഒരു സംഭവം ഉണ്ട്. അതുമാത്രമല്ല ആ ടെയില് പോലത്തെ ഒരു സംഭവം ആ പറക്കുംതളിയുടെ അകത്തേക്ക് പോകുന്നതായിട്ട് ഒരു കണക്ഷൻ ഉള്ളതുപോലെ എനിക്ക് തോന്നിക്കുന്നുണ്ട്. അപ്പോ ആ ഒരു സംഭവത്തെ എന്തോ ഒരു എക്യുപ്മെന്റ് ഉപയോഗിച്ച് തകർത്ത് താഴേക്ക് ഇടുന്ന ഒരു വിഷ്വലാണ് ശരിക്കും ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഉള്ളത് പറയുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്റെ മനസ്സിലേക്ക് വന്നത്, ഇത് ചിലപ്പോൾ അല്ലെങ്കിൽ ഇത് മിക്കവാറും ഒരു വെതർ ബലൂൺ ആയിരിക്കും, അല്ലെങ്കിൽ ഇതൊരു പാർട്ടി ബലൂൺ ആയിരിക്കും എന്നൊക്കെയാണ് എന്റെ മനസ്സിലേക്ക് വന്നത്. ഇത് ഒരു വെതർ ബലൂൺ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ പറയുന്ന പോലെ ഇതൊരു പാർട്ടി ബലൂൺ ആണെന്നുണ്ടെങ്കിൽ, അത് മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി, ആ ഒരു ഇന്റലിജൻസ്, ആ ഒരു പ്രോസസ്സിംഗ് പവർ എല്ലാം നമ്മളെക്കാളും കൂടുതൽ ഇത് പുറത്തുവിട്ട ആൾക്കാർക്ക് ഉണ്ടായിരിക്കില്ലേ? എൻ്റെ ഒരു ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ 2023 ഈ ഒരു സമയം, ഒരു ടൈം ഫ്രെയിമിലാണ് ചൈനയിൽ നിന്നുള്ള ഒരു സ്പൈ ബലൂൺ അമേരിക്കയുടെ ആ ഒരു എയറിലൊക്കെ വന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ന്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ ആ സമയത്ത് കേട്ടായിരുന്നു. എന്നാൽ ഈ വീഡിയോയുടെ ഡേറ്റ് എന്ന് പറയുന്നത് 2023 ഫെബ്രുവരി 12 ഇനിയിപ്പോ ആ ഒരു സംഭവത്തെ തകർത്തിടുന്ന വീഡിയോ ആണോ എന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല. പക്ഷെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാക്സിമം ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളിപ്പോ ഈ കാണാൻ പോകുന്ന വീഡിയോ കസഹിസ്ഥാനിലെ ഒരു ഇന്റർനാഷണൽ എയർപോർട്ടിൽ വെച്ച് എടുത്ത ഒരു വീഡിയോ ആണ്. അതും 2022 മാർച്ച് 1 ഈ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത്. ഈ വീഡിയോയുടെ ദൈർഘ്യം ഏകദേശം ഒരു 17 സെക്കൻഡോളമാണ്. അപ്പോൾ അതിന്റെ ആദ്യത്തെ 9 സെക്കൻഡിൽ ഒന്നുമില്ല, പക്ഷെ അതിനുശേഷം ഒരു കിടില സാധനം ഒരു കാണിക്കുന്നുണ്ട്. ഈ വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്ന വീഡിയോസ് എല്ലാം ഒരു US മിലിറ്ററി ഇൻസ്റ്റോളേഷൻ എടുത്തൊരു വീഡിയോ ആയിരിക്കണം. അതായത് ഇൻഫ്രാറെഡ് ക്യാമറ അങ്ങനെയുള്ള ക്യാമറാസ് ഒക്കെ ഉപയോഗിച്ചെടുത്ത ഒരു വീഡിയോ ആണെങ്കിൽ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് ഒരാളുടെ കയ്യിലുള്ള ക്യാമറ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടുനോക്കാം.
ഇത് ആദ്യം കണ്ടപ്പോൾ തന്നെ എന്റെ മനസ്സിലേക്ക് വന്നത്, എന്റെ അനിയന്റെ മനസ്സിലേക്ക് വന്ന ഒരേ ഒരു കാര്യമുള്ളൂ, ഇത് ചന്ദ്രനാണ്, ഇത് മൂണാണ്. ഒരു മൂൺ ആകാശത്ത് നിൽക്കുമ്പോൾ കാണുന്ന അതേ ഒരു ഡിസൈനൊക്കെയാണ് ശരിക്കും നമുക്കിവിടെ കാണാനും കഴിയുന്നത്. പക്ഷെ ഇതിന് ഒരു മൂണിന്റെ ഷേപ്പ് അല്ല എന്ന് മാത്രം, ഒരു എലോങ്ങേറ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പാണ്. എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു മൂണാണെന്നുണ്ടെങ്കിൽ ഇത് എന്തുകൊണ്ട് ഒരു UAP എന്നുള്ളൊരു കാറ്റഗറിയിൽ വന്ന് ഈ ഒരു വെബ്സൈറ്റിൽ കിടക്കുന്നു? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാക്സിമം ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. ഇനി അതും അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ ഒരു മലയുടെ മുകളിൽ നിന്ന് പ്രകാശിക്കുന്ന ഒരു വെളിച്ചമാണോ എന്നുള്ളൊരു കാര്യമൊന്നും എനിക്കറിയില്ല, കാരണം ഇത് രാത്രി സമയമാണല്ലോ. എന്നാൽ ആ ഒരു പോസിബിലിറ്റി ശരിയാണോ എന്നൊന്ന് അന്വേഷിക്കാൻ വേണ്ടി ഞങ്ങളൊന്ന് ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കി. അതിന്റെ ചുറ്റുപാട് മലനിരകളൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കി. പക്ഷെ ഞാൻ കണ്ടതിൽ വെച്ച് അവിടെ മലനിരകളായിട്ട് ഇത്ര ഹൈറ്റില് ഒരു മലനിര അവിടെ ശരിക്കും കാണുന്നില്ല. അതുമാത്രമല്ല, ഈ ഒരു വീഡിയോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ പറക്കുന്നളി അല്ലെങ്കിൽ ഈ പറയുന്ന ആ ഒരു ഒബ്ജക്റ്റിന് ചുറ്റുപാടും ലൈറ്റ് കാണുന്നുണ്ട്. ഇതൊരു മലയിൽ നിന്ന് എടുത്തൊരു ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ താഴത്തേക്ക് നമുക്കൊരു ലൈറ്റ് കാണില്ല. ഇനിയിപ്പോ അഥവാ ഇപ്പൊ ഈ ലെൻസിന്റെ ഗ്ലെയർ ആണോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇത് എന്താണെന്നുള്ളത് അങ്ങനെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് മാക്സിമം ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. എന്നാൽ അടുത്ത വീഡിയോ 2024 ഏപ്രിൽ 24 എടുത്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ അധികമൊന്നും പറയുന്നില്ല, നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു നോക്കാം. ഈ വീഡിയോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു വിമാനം പറന്നു പോകുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ആ വിമാനത്തെയാണ് ശരിക്കും നമ്മുടെ ഈ ഒരു ഇൻഫ്രാറെഡ് ക്യാമറ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എവിടെ നിന്നോ ഒരു പറക്കുന്നളിയ ഒരു UFO സൈഡിൽ കൂടെ ഇങ്ങനെ പറന്നു പോകുന്നത് നമുക്കിവിടെ കാണാനും കഴിയും. അപ്പോൾ നിങ്ങൾ ആ വിഷ്വൽ ഒന്ന് കണ്ടു നോക്കാം. ഇത് ആദ്യം കണ്ടപ്പോൾ ഞങ്ങളുടെ മനസ്സിലേക്ക് വന്നത് ചിലപ്പോൾ ഒരു ഡ്രോൺ ആയി കൂടെ എന്നുള്ളൊരു കാര്യമാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഒരു എയർക്രാഫ്റ്റിന്റെ അടുത്തുകൂടെ ഒരു ഡ്രോണിന് പറപ്പിക്കാനുള്ള പെർമിഷൻ ശരിക്കും എന്താ കാര്യം എന്ന് വെച്ചാൽ, ഈ ഡ്രോൺ എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഹോബി തന്നെയാണ്. അതും ഇപ്പൊ ഇറങ്ങുന്ന ഡ്രോണുകൾക്ക് വളരെയധികം ഹൈ ഓൾട്ടിറ്റ്യൂഡിലൂടെ പറക്കാനൊക്കെ കഴിയും. പക്ഷേ ഇത്തരം ഡ്രോണുകളിൽ ഫ്ലൈറ്റ് കൺട്രോളർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവും. അതിനകത്ത് GPS ഉണ്ടാവും. ഇവിടുത്തെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ നോ ഫ്ലൈയിങ് സോൺ എന്ന് പറയുന്ന ചില ഏരിയകളുണ്ട്, അതായത് എയർപോർട്ട് അങ്ങനെയുള്ള ഒരുപാട് മിലിറ്ററി ഫെസിലിറ്റി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലത്ത് GPS ലോക്ക്ഡ് ആയിട്ടുള്ള ഒരു ഫെൻസിങ് ഉണ്ടാവും. അതായത് അതിന്റെ അകത്തേക്ക് ഈ ഡ്രോണുകൾക്ക് പറക്കാൻ കഴിയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിമാനത്തിന്റെ അടുത്തൂടെ ഒരിക്കലും ഒരു മനുഷ്യനുണ്ടാക്കി തീർത്ത ഡ്രോണിന് പറന്നു പോകാൻ കഴിയില്ല, കാരണം അവിടെ ഒരു GPS ഫെൻസിങ് ഉണ്ട്. അപ്പോ ഇത് ഡ്രോൺ ആയിരിക്കാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യതയുണ്ട്, പക്ഷെ അത് വളരെ വളരെ കുറവാണ്. പിന്നെ ഇത് കണ്ടുവരുന്നത് വളരെ വളരെ ഹൈ ഓൾട്ടിറ്റ്യൂഡിലുമാണ്. അപ്പോൾ ഇത്രയും ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ വെച്ച് ഇത്രയും വേഗതയിൽ എങ്ങനെയാണ് ഒരു ഡ്രോൺ പറക്കാൻ കഴിയുന്നത് എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോ സ്പീഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഡ്രോണും ക്യാമറയും തമ്മിലുള്ള ആ ഒരു അകലം കുറവായത് കൊണ്ടായിരിക്കാം ഈ ഡ്രോൺ ഇത്ര അധികം വേഗത്തിൽ പോകുന്നത് കൊണ്ട് നമുക്ക് തോന്നുന്നത്. അങ്ങനെയുള്ള ഒരുപാട് ഒബ്സർവേഷൻസ് ആണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് മാക്സിമം ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. ഇത് കാണുമ്പോൾ വെള്ളത്തിൽ കൂടെ ചെറിയൊരു മീൻ പോകുന്നത് പോലെ നിങ്ങൾക്ക് തോന്നിച്ചേക്കാം, പക്ഷേ ഇത് അതല്ല. 2022 8-ാം മാസം 1-ാം തീയതി എടുത്ത ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോ ഈ കാണുന്നത്. ഇത് ശരിക്കും ഒരു പറക്കുന്നളിയുടെ വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ ഈ ഒരു സംഗതി പോകുന്ന രീതി വളരെയധികം വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് ഇതിന് തോന്നുന്ന പോലെയാണ് ഇത് പോകുന്നത്. അതായത് ഇതെന്താണെന്നുള്ളത് ലോജിക്കൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കാരണം ഇത് വെള്ളത്തിലാണ് നിങ്ങൾ വിചാരിക്കുക. വെള്ളത്തിലാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിന്റെ ഒരു ബോയൻസി കാരണം ഇങ്ങനെയൊക്കെ മൂവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്തെടുക്കാൻ പറ്റുന്നതെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നാൽ ഈ ഒരു പറക്കുന്നളിയുടെ കലാപരിപാടികൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ വീഡിയോയുടെ 2.25 മിനിറ്റോളം നിങ്ങൾ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ സംഭവത്തിന്റെ മൂവ്മെന്റ്, റാഡിക്കൽ ആയിട്ടുള്ള മൂവ്മെന്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർ പറയുന്നത് സയൻസിന് പറയാൻ പറ്റാത്തത് നമ്മുടെ നിയമത്തിൽ, നമ്മുടെ ഫിസിക്സിന്റെ ലോസ് ഉപയോഗിച്ച് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ഈ സംഗതി ചെയ്യുന്നുണ്ട്. ഇവിടെ ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു സംഗതിയേ ഇല്ല എന്നുള്ളൊരു കാര്യം ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. കാരണം ഇതിന് ഗ്രാവിറ്റി ഒന്നും പ്രശ്നമല്ല. ഇത് പോകുന്ന മൂവ്മെന്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. അതായത് സർക്കിൾ ഇങ്ങനെ അടിക്കുന്നുണ്ട്, ഇങ്ങനെ അപ്പുറത്തേക്ക് പോകുന്നുണ്ട്, ഇപ്പുറത്തേക്ക് പോകുന്നുണ്ട്, ഫ്രെയിമിന്റെ പുറത്തേക്ക് പോകുന്നുണ്ട്. ഈ ട്രാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ഇല്ലേ, അത് എത്ര അധികം ബുദ്ധിമുട്ടിയിട്ടാണ് ഈ ഒരു സംഭവത്തിന്റെ ഫ്രെയിമിൽ പിടിച്ചു നിർത്തുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. നിങ്ങൾ ഈ ഒരു ഫ്രെയിം ശ്രദ്ധിച്ചു നോക്കാം. ഇവിടെ ഈ പറക്കുന്നളിയ മുകളിലേക്ക് പറന്നു പോകുന്നതായിട്ട് നമുക്കിവിടെ കാണാനും കഴിയും. ഇതെടുത്തിരിക്കുന്നത് ഒരു ഇൻഫ്രാറെഡ് ക്യാമറയിലൂടെ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ പല കളറുകളും പല ഇൻഫോർമേഷൻ ആണ് തരുന്നത്. അതായത് വെള്ള കളർ കാണിക്കുന്നത് ചൂടുള്ള സർഫസിനെയാണ്, കറുത്ത കളർ കാണിക്കുന്നത് തണുത്ത സർഫസിനെയാണ്, ബാക്കിയുള്ള ഗ്രേഡ് ഷെയ്ഡുകളില്ലേ അത് നോർമൽ ആയിട്ടുള്ള ടെമ്പറേച്ചറിനാണ് ശരിക്കും കാണിക്കുന്നത്.
അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫ്രെയിം ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ ഈ പറക്കുന്നെളിയെ പറന്ന് മുകളിലേക്കും താഴത്തേക്കൊക്കെ പോകുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതിന്റെ അടിഭാഗത്തൂടെ ഒരു കറുത്ത തെർമൽ സിഗ്നേച്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന്റെ മുകൾ ഭാഗം ചൂടാണെന്നുള്ള ഒരു കാര്യം ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം അതൊരു വൈറ്റിഷ് ഗ്രേ കളറാണ്. പക്ഷേ ഇതിന്റെ താഴത്ത് ഒരു കറുത്ത സംഭവമാണ്, ഒരു കറുത്ത സിഗ്നേച്ചർ ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇനി അഥവാ ഇതൊരു റോക്കറ്റോ അല്ലെങ്കിൽ ഇതൊരു ഡ്രോണോ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനത്തെ ഒരു സിഗ്നേച്ചർ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോ അറ്റ് ദ ടൈം ബീങ് ഞാൻ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്ന ഒരു ആശയം മാത്രമാണ് ഞാനിപ്പോ പറഞ്ഞത്. ഇത്തരം രീതിയിൽ മൂവ് ചെയ്യുന്ന പറക്കുന്നെളിയുടെ വീഡിയോസ് എല്ലാം ഒരുപാട് ടെസ്റ്റിമോണികളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം മാക്സിമം ഒന്ന് കമന്റിൽ അറിയിക്കാൻ ശ്രമിക്കുക. നമ്മളിപ്പോ ഈ കണ്ടുവരുന്ന വീഡിയോസ് എല്ലാം ഒരു അന്യഗ്രഹ ജീവിയുടേതാണ് എന്ന് ഒരിടത്തും ഞാൻ ഒരു കാലത്തും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനം ഈ ഒരു കാര്യമെന്ന് പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പറക്കുന്നെളിയ എന്ന് പറയുന്നത് ഇപ്പോഴും ഈ കാലത്തും ഇത്ര അധികം ഡാറ്റ പുറത്തു വന്നിട്ടും കോൺസ്പിറസി തിയറിയാന്ന് വിശ്വസിക്കുന്ന ആൾക്കാർക്ക് മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ടോട്ടൽ ഒരു 15 വീഡിയോസ് മാത്രമാണ് നമ്മുടെ ചാനലിലൂടെ കാണിച്ചിരിക്കുന്നത്. ബാക്കി 35 വീഡിയോസും കൂടി ഉണ്ട്. അപ്പോൾ അത് വഴിയെ നമ്മുടെ ചാനലിലൂടെ വരുന്നതായിരിക്കും. അപ്പോൾ വളരെയധികം ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം.